ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനീമ ഫ്രാൻസിസ്. ഞാൻ പാലാ രൂപത ഭരണങ്ങാനം ഇടവകാംഗമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷി എന്നെ ആക്കിയതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ ആയിരം നന്ദി പറയുന്നു. ഞാൻ ഏതാണ്ട് 30 വർഷത്തിലേറെയായിട്ട് ഞാൻ ഷാർജയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മ എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നെനിക്ക് അറിയില്ല. എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാനായിട്ട് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു സ്ക്വയർ ഫീറ്റിന് 115 ദിർഹമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 100 ദിർഹംസിനാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് എൻ്റെ ലെറ്റർ ഹെഡിൽ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. അതായത് 39,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അത്രയും പൈസ വരും. അത് അവിടുത്തെ പൈസയാണ്, ദിർഹമാണ്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2019 ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഷാർജയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിബിഷനിൽ ഞാൻ വെറുതെ റാൻഡമായിട്ട് ഞാൻ പോയതാണ്. ഞാനും എൻ്റെ അനുജത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പോയി കാണാം, ഇല്ല വാങ്ങിക്കാനായിട്ടോ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേ റിയൽ എസ്റ്റേറ്റ് കമ്പനി അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്ന് വെച്ചുമ്പോൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊറോണയുടെ ടൈമൊക്കെയാണ്, ഭയങ്കര ഓഫറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 65 ദിർഹംസാണ് ഒരു സ്ക്വയർ ഫീറ്റിനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഞാൻ 100 ദിർഹംസിന് വാങ്ങിച്ചു കൊള്ളാം എന്നും പറഞ്ഞ് കഴിഞ്ഞ 1 year ബിഫോർ ഞാൻ എൻ്റെ ലെറ്റർ ഹെഡിൽ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ കൊറോണയുടെ ടൈപ്പ് ഇതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പിറ്റേ ദിവസം അവരുടെ ഓഫീസിൽ ചെല്ലാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാവിലെ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 65 ദിർഹംസിനാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരുന്നാലും ഞാനത് അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, എഗ്രീഡ് എന്ന് പറഞ്ഞു. വിതിൻ 1 week, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തു. അത് എൻ്റെ മാതാവ് എനിക്ക്, കാരണം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അത് മില്യൺസിൻ്റെ ഇടപാടാണ്. കാരണം 115 അവർ പറഞ്ഞു, 100 ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ മാതാവ് എനിക്ക് 60 ദിർഹംസിന് ഒരു സ്ക്വയർ ഫീറ്റിന് തന്നു. അപ്പോൾ അത് വലിയൊരു, എൻ്റെ മാതാവിനോട് എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും തീർത്തില്ലാത്ത അത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഫാക്ടറി എനിക്ക് കൺസ്ട്രക്ഷൻ ചെയ്യണം. കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഈ ജൂണിലാകുമ്പോഴത്തേക്കും 6 വർഷമാകും ഞാൻ ആ സ്ഥലം വാങ്ങിച്ചിട്ട് തന്നെ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കറിയത്തില്ല, എന്താണെന്നറിയില്ല. കൺസൾട്ടൻറ്റും ശരിയായി, കോൺട്രാക്ടറും ശരിയായി, എല്ലാം ശരിയായി. പക്ഷേ എനിക്കറിയത്തില്ല, ദർ ഈസ് നോ റീസൺ ആക്ച്വലി. പക്ഷേ ഇത് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അത്ര വലിയ, എനിക്ക് ഫാമിലിയിൽ നിന്നാണെങ്കിലും അത്ര വലിയ സപ്പോർട്ടൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്കെന്നാലും എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്, എനിക്കിത് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. അപ്പം ഞാൻ എന്തായിരുന്നാലും ഇതിൻ്റെ പുറകെ പോയി എന്തായിരുന്നാലും കൺസ്ട്രക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് 4-5 മാസമായി. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വാർ വന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും എൻ്റെ മാതാവ് ഒരു തടസ്സവും കൂടാതെ എനിക്കത് നടത്തി തരുമെന്നുള്ളത് 1000 വട്ടം എനിക്കതിനകത്ത് വിശ്വാസമുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനി 97 ഞാൻ ഷാർജയിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ്. ദൈവം സഹായിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ വലിയ അത്യാഗ്രഹിയൊന്നുമല്ല, അങ്ങനെ ഒത്തിരി മണി മൈൻഡഡോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പിന്നെ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ഗ്രീഡി മൈൻഡൊന്നും എനിക്കില്ല. ഉള്ളതും കൊണ്ട് എങ്ങനെയങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവം വളരെയധികം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോയി. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം ഇങ്ങനെ എനിക്ക് കൂടെ കിട്ടുന്നത് എന്നുള്ളത് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കമ്പനിയുടെ ലൈസൻസൊക്കെ റിന്യൂ ചെയ്തു. ഇപ്പോൾ 28 വർഷമായി ഇപ്പോൾ കമ്പനി. അപ്പോൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ ഡിഫൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞാൻ
കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് കുറേ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ അവിടെ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എനിക്കവിടെ 6 വെയർ ഹൗസ് ഉണ്ട്, അത്യാവശ്യം വലിയ വെയർ ഹൗസുകളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ടൗൺ പ്ലാനിങ് സെക്ഷൻ്റെ അപ്രൂവൽ, മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവലുള്ള ഡ്രോയിങ്സ് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ 28 വർഷം മുന്നേ ഉള്ള ഇതെല്ലാം കൂടി ഈ 6 വെയർ ഹൗസിൻ്റെ ഞാൻ എവിടെ ചെന്നിട്ടുണ്ടാക്കാനാണ്, എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പിന്നെ വിശ്വാസ പ്രമാണവും പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ കാശ് രൂപമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉപ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വണ്ടിക്കകത്ത് ഉപ്പുണ്ട്, എൻ്റെ ബാഗിനകത്ത് ഉപ്പുണ്ട്. ഞാൻ എപ്പോഴും ഉപ്പായിട്ട് പോകുന്നത്. എവിടെയെങ്കിലും എനിക്കൊരു തടസ്സം, എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഞാനെടുത്ത് അവിടെ ഉപ്പിടും. അപ്പം ഞാൻ ഈ ഒഫീഷ്യൽസിനെയൊക്കെ കാണാനായിട്ട് പോകുമ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ട്. ഞാൻ അവർ കാണാതെ ഞാൻ അവിടെ ഇച്ചിരി ടേബിളിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപ്പിടും. പിന്നെയാണെങ്കിൽ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഡിലേ ആയെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞിരിക്കുന്ന 5 വർഷത്തോളം 4.5 വർഷത്തോളം ശരിക്കും കൺസ്ട്രക്ഷൻ ഡിലേ ആയി. അപ്പോൾ എന്ന് വെച്ചിരിക്കുന്നത് എനിക്കങ്ങ് ഭയങ്കര മാനസികമായിട്ട് ശരിക്കും വിഷമം, എന്തുകൊണ്ട് എങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ ഷാർജയിൽ സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ, കാത്തലിക് ചർച്ചിലാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോകണമെങ്കിൽ ഒരു 15 കിലോമീറ്ററോളം പോകണം. എന്നാലും എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് 5:45 കുർബാനയ്ക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നേരെ ഞാൻ ഈ സൈറ്റിൽ പോകും. ഷാർജ എയർപോർട്ടിന് അപ്പുറത്താണ്. അത് നല്ല സുന്ദരമായ ഒരു പ്ലോട്ടാണ് ദൈവം എനിക്ക് തന്നത്. അത് ഷാർജയിലുള്ളവർക്കറിയാം. എമിറേറ്റ്സ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു പ്രൈം പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ട്രാക്കാണ് എൻ്റെ ഈ കമ്പനിയുടെ ഫ്രണ്ടിൽ 4 ട്രാക്ക്. അത്രമാത്രം നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനെല്ലാം എൻ്റെ ഈ സങ്കടങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ മിക്കവാറും ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ പള്ളി പോയിച്ചിട്ട് നേരെ അങ്ങോട്ട് സൈറ്റിലോട്ട് പോയിട്ട് ഞാൻ ഉപ്പ് അവിടെ ഇട്ട് എന്താ പറയുക, മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരും. എന്തായിരുന്നാലും കൺസ്ട്രക്ഷൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടാക്കി അതങ്ങനെ പോകുന്നു. പിന്നെ ഈ സിവിൽ ഡിഫൻസിൻ്റെ എങ്ങനെ പറഞ്ഞാൽ പിന്നെ അവസാനം അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. അത് മാത്രമല്ല, ദൈവം സഹായിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ പുതിയ സ്ഥലത്തോട്ട് ഞാൻ പോകും. പിന്നെ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് പേടിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പം എനിക്ക് നല്ല ഉറപ്പുണ്ട്, 100% എനിക്കിത് കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ നേരെ ഒപ്പിട്ട് തന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, അടുത്ത വർഷം എന്തായിരുന്നാലും ഞാനിങ്ങനെ വരത്തില്ല, ദൈവം സഹായിച്ചാൽ ഞാൻ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബിസിനസ് എന്ന് പറഞ്ഞാലും എന്താ പറയുക, ഇപ്പോഴത്തെ അവിടുത്തെ കോമ്പറ്റീഷനും മാർക്കറ്റിൻ്റെ ആ ഒരു ടഫ്നെസ്സും എല്ലാം കൂടെ ആയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണ്. ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു കസ്റ്റമറിനെ ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. ദൈവമേ, അത് ഞങ്ങളുടെ നല്ല വലിയൊരു കസ്റ്റമറായിരുന്നു. ദൈവമേ, ആ കസ്റ്റമേഴ്സിൻ്റെ വർക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറയും, ഞാൻ ആകപ്പാടെ പെട്ടുപോകും. കാരണം എനിക്ക് 120ഓളം സ്റ്റാഫുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും, കാരണം ചിലവിനൊരു കുറവുമില്ലല്ലോ. നമുക്ക് വരുമാനം കുറഞ്ഞാൽ ശരി, എല്ലാ കാര്യങ്ങളും നടക്കണ്ടായോ. എല്ലാത്തിനും ദൈവത്തോട് പറയുക, എൻ്റെ മാതാവിനോട് പറയുക, മാതാവേ എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി നമ്മൾ അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഇപ്പോഴും, മാതാവ് ഇത് എൻ്റെ ഉത്തരവാദിത്തം, ഞാൻ ഉടമ്പടിയിലാണുള്ളത്, എൻ്റെ ഉത്തരവാദിത്വമല്ല മാതാവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഇതാക്കി. പിന്നെ ഞാൻ പറയാമല്ലോ, ഞാനങ്ങനെ ഉടമ്പടിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഞാൻ ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹം കൂടെയാണ് ഞാൻ പറയുന്നത്. വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കവിടെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ സ്വന്തമായിട്ട് വില്ലയുണ്ട്. അതും പ്രതീക്ഷിച്ചതൊന്നുമല്ല. അതും എനിക്കറിയത്തില്ല. അതാണ് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒഴുകി വരും. കാരണം എത്രയോ മൾട്ടി-ബില്യണേഴ്സ് ഉണ്ട് അവിടെ. കാരണം എല്ലാവർക്കും ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. അത്യാവശ്യം ഒരു 5 BHK നല്ലൊരു വില്ല എനിക്കുമുണ്ട്, എൻ്റെ അനുജത്തിക്കുമുണ്ട്, എൻ്റെ മോൾക്കും ഉണ്ട്. അങ്ങനെയൊക്കെ അതാണ് ദൈവം നമ്മളെ ഒത്തിരി സഹായിച്ച് അനുഗ്രഹത്തിൽ എല്ലാത്തിനും 1000 ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോനാണെങ്കിൽ ശരിക്കും ബിസിനസ്സിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ മാതാവിനോട് ഞാൻ എന്നും പറയും, മാതാവേ ഞാൻ എന്ത് ചെയ്യും? കാരണം വെച്ചിരിക്കുന്നാൽ അവൻ അവിടെ ജനിച്ചു പഠിച്ചു വളർന്നു ചെയ്യാൻ പിള്ളേരൊക്കെ വരണം. പിള്ളേരൊക്കെ വന്ന് ഞാൻ യൂത്ത് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരും. അതെല്ലാം അങ്ങനെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം വരുന്നുണ്ട്, എൻ്റെ മോൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ. അവനാണെങ്കിൽ ഡൗൺ ടു എർത്താണ്, ഒത്തിരി നല്ല പാവം കൊച്ചാണ്. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോവും, കുരിശ് വരയ്ക്കും. അങ്ങനെയുള്ള എല്ലാം നല്ല ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഫാമിലിയിലെ എല്ലാവരും നല്ല ഹോളിനെസ്സിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അത് തന്നെ ദൈവാനുഗ്രഹമാണ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി 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 നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വെച്ചിരിക്കുന്നാൽ ഞാൻ ഈ ചൈനയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന ഒരാളാണ്. ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ചൈനയിൽ പോകും. എൻ്റെ അനുജത്തിക്കും ബിസിനസ്സാണ് അവിടെ.
അപ്പം മിക്കവാറും ഞാനും അവളും, അല്ലെങ്കിൽ ഞാനും മോനും അവളും, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവളും ഇതുപോലെ ഈ കൃപാസനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ അവളുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, അത്രമാത്രം അവൾ ഇതാണ്. അപ്പോൾ എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ചൈനയിൽ പോകുമ്പം ചൈനയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല, പള്ളി ഇഷ്ടംപോലെ പള്ളിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ബെയ്ജിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളിയിൽ പോകുമ്പം ഇവിടുന്ന് ചൈനീസിൻ്റെ പത്രം ഞാൻ മേടിച്ചിട്ട് പോയി അവിടെയുള്ള വിശ്വാസികൾക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ അച്ഛനെ കാണും, അച്ഛനോട് പറയും, അച്ഛാ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ധ്യാനം നടത്താനുള്ള പരിപാടികൾ, ഞാൻ ഈ ജോസഫ് അച്ഛൻ്റെ കാര്യമൊക്കെ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഞങ്ങളിവിടെ ബെയ്ജിങ്ങിലായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛനോടും പറഞ്ഞു. പിന്നെ കഴിഞ്ഞതിൻ്റെ 2 വർഷം മുന്നേ ആണെങ്കിൽ ഞങ്ങൾ ഗുവാങ്സോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഓശാന ഞായറാഴ്ച 2 വർഷവും ഞങ്ങൾ അവിടെയായിരുന്നു. അവിടുത്തെ അച്ഛന്മാരോടും ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ കൃപാസനത്തിലെ അച്ഛൻ യൂട്യൂബ് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന അച്ഛന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ അവിടെ ഈ ചൈനീസ് അച്ഛനും ഉണ്ട്, പിന്നെ വിയറ്റ്നാമിൽ നിന്നുള്ള അച്ഛൻ, അങ്ങനെ വേറെ അച്ഛന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റേഴ്സുണ്ട്, ചൈനീസ് സിസ്റ്റേഴ്സുണ്ട്. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു, ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒത്തിരി ആൾക്കാർ നമുക്കിങ്ങനെ വിശ്വാസത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. പിന്നെ എന്നാ പറയുക, അച്ഛനെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയാൽ മതി, ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങളും അതും ഇത് ഇവിടുത്തെ നടക്കുന്ന ടെസ്റ്റ് മണിയ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ ചൈനീസ് പത്രം ഇപ്പോഴും ഞാൻ മേടിച്ചിട്ടുണ്ട്. ചൈനീസ് പത്രം, ഫിലിപ്പീൻസ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് നാഷണൽ അങ്ങനെ ലാംഗ്വേജിലുള്ള പത്രങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടുപോകും. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുണ്ട്. എൻ്റെ വല്യമ്മച്ചിയുടെ, എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെ പേരിൽ എനിക്ക് ചാച്ചൻ്റെ അമ്മയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു, പക്ഷേ എന്നാലും ഞാൻ അമ്മയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുകയും, പിന്നെ എന്താണ് ഹോസ്പിറ്റൽസുകളിലൊക്കെ ഞാൻ ഡയാലിസിസ് കിറ്റ് കൊടുക്കുകയും, പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, പിന്നെ പള്ളി പണി. ഞാൻ ആഫ്രിക്കയിൽ സ്വന്തമായിട്ടൊരു പള്ളി പണിതു, പിന്നെ രാജസ്ഥാനിൽ കുറേ ഇങ്ങനെ പാർട്ടായിട്ട് രാജസ്ഥാൻ, പിന്നെ അസാം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പള്ളി പണിയുകയും വീടില്ലാത്ത കൊടുക്കുകയും, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ആദ്യമേ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഗ്രീഡി പേഴ്സണല്ല. ദൈവം എന്നെ ദൈവം ഒരുക്കിയിരിക്കുന്നതാണെന്നുള്ള 100% എനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും വലിയൊരു ഹൈഫൈ ആളൊന്നുമല്ല. അപ്പം ദൈവം എന്നെ ഇതിനായിട്ട് ഒരുക്കി തന്നിരിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് എപ്പോഴും പറയും, ദൈവമേ അങ്ങനെനിക്ക് തന്നാലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവം എനിക്ക് തരണം കേട്ടോ, അല്ലാതെ ഞാൻ എൻ്റെ മക്കൾക്ക്, അങ്ങനത്തെ മക്കളും അങ്ങനത്തെ ഗ്രീഡി പേഴ്സൺ, എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഒന്നും ഗ്രീഡി പേഴ്സൺ അല്ല. അപ്പോൾ എന്നെ ചെയ്യുന്നാൽ, അപ്പം ദൈവം തന്നു കഴിയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പിള്ളേർക്ക് തന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ ഒത്തിരി വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്നൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ വളരെ ഇതായിട്ട് ഞാനിങ്ങനെ പറയും. പിന്നെ എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലെ ചർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം രാജസ്ഥാനിലെ ബുണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പിന്നെ ആഫ്രിക്കയിലെ ഗാന എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് ഞാൻ സ്വന്തമായിട്ട് അവിടുത്തെ ഒരിക്കലും മലയാളി അച്ഛനെ അറിയാമായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ ഒരു പള്ളി പണിയാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഇതുപോലത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഡയാലിസിസ് കിറ്റ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ദൈവത്തിൻ്റെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഈ ബൈബിള് കുറേ ബൈബിളുകൾ മേടിച്ചിട്ട് ഞാൻ ഡൽഹിയിൽ അവിടെ പ്രിൻ്റ് ചെയ്തിട്ട് ഈ നോർത്ത് ഇന്ത്യകളിലൊക്കെ കുറേ ബൈബിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ എഡ്യൂക്കേഷണൽ ഹെൽപ്പ് എന്ന് വേണ്ട, അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പുകളും അങ്ങനെ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഡിഫറെൻറ്റ് ലാംഗ്വേജിലുള്ള പത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തമിഴ് മേടിച്ചു, മലയാളം മേടിച്ചു, ഇംഗ്ലീഷ് മേടിച്ചു, ഫിലിപ്പീൻസ് തെഗാലോഗ് മേടിച്ചു, പിന്നെ ചൈനീസ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് മേടിച്ചിട്ട് പോകണം. കാരണം ഇനിയിപ്പം അടിക്കടി ഞങ്ങൾ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അവിടെ പോകും. അതങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതെൻ്റെ മാതാവിൻ്റെ എൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് എൻ്റെ മാതാവിനെ ഞാൻ 1000 നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതം, എൻ്റെ മരണകാലം വരെ തീർച്ചയായിട്ടും എൻ്റെ മാതാവിന് അടിമപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ നല്ല രീതിയിൽ ഞാൻ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി. ആമേൻ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം 15 കിലോമീറ്ററോളം അങ്ങോട്ട് തന്നെ പോകണം, ഇങ്ങോട്ടും അതുപോലെ തന്നെ പോകണം. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ലോക്കറ്റ് ഉണ്ടല്ലോ, മാതാവിൻ്റെ ലോക്കറ്റ്, അത് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, സ്വർണ്ണത്തിൻ്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ, വളയം, അതിൽ വെക്കുകയാണെന്നൊരു നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് അതിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഊർന്നു പോകുമെന്ന്. അപ്പം ഞാൻ ആ സ്വർണ്ണത്തിൻ്റെ ആ ഒരു റിങ് ഇന്ന് പണിയാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് 5-6 പണിതിട്ട് ആൾക്കാർക്ക് വേണമെങ്കിലും കൊടുക്കാനായിട്ട്, കാരണം വെച്ചാൽ അതാണെങ്കിൽ നമുക്ക് പോകത്തില്ല. പിന്നെ ഉപ്പ്, അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഉപ്പ് എടുത്തിടും. മാതാവേ രക്ഷിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മാതാവ്
കർത്താവ് രക്ഷിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9-8 വചനങ്ങളാണ്. ദൈവം കൃപയുടെ ഒരു ഉറവിടമാണ്. സമൃദ്ധമായ കൃപയും അനുഗ്രഹവും നൽകാൻ കഴിയുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമല്ല, മറ്റ് കാരുണ്യ പ്രവർത്തികൾ സത്കൃത്യങ്ങൾ ചെയ്യുവാനും ഉടമ്പടിയിൽ ദൈവം നമുക്ക് വേറെ എല്ലാ അനുഗ്രഹങ്ങളും ഉറപ്പും നൽകുകയാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ സഹായിക്കാനുള്ള ഒരു ഉറപ്പും കൂടിയാണ് ഉടമ്പടിയിൽ നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവം ഏറ്റെടുക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന, നമ്മുടെ കുറവുകളും മാറ്റി നമ്മളെ നിറവുകളാക്കുന്ന, ഓരോ കാര്യത്തിലും ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനം അമ്മയാണ് ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ആനിയമ്മ ഫ്രാൻസിസ് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കൃപാസനത്തെപ്പറ്റി അറിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ഈ സന്നിധിയിൽ വന്ന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഷാർജയിൽ ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് അന്വേഷിച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു വലിയ തുകയാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ അതെല്ലാം മാറിപ്പോവുകയാണ്. അവരൊരു തുക പറയുന്നു, പിന്നീട് നമ്മളൊരു തുക പറയുന്നു. പക്ഷേങ്കിൽ ഫൈനലിൽ പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട് ഒരു തുക ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഷാർജയിൽ സ്വന്തം ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചത്. അതും നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വലിയ കൃപയാണ്. പിന്നീടുള്ളത് നെക്സ്റ്റ് സെറ്റ് ഇസ് കൺസ്ട്രക്ഷനാണ്. അതിനു വേണ്ടിയും മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 28 ഇയേഴ്സ് ഓൾമോസ്റ്റ് ഷാർജയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ കമ്പനിയുടെ ഭാഗമായിട്ട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സിവിൽ ഡിഫൻസ് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ വേണം. അതിന് പോയപ്പോഴാണ് അറിഞ്ഞത് അതിന് മുൻപ് തന്നെ ടൗൺ പ്ലാനിങ് ആൻഡ് മുനിസിപ്പാലിറ്റി അപ്രൂവൽ ഡ്രോയിങ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നറിഞ്ഞത്. അവിടെയെല്ലാം അനിയമ്മ എന്ന സഹോദരി എപ്പോഴും തൻ്റെ കൈവെള്ളയിൽ കൂടെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഏത് കാര്യത്തിന് പോകുമ്പോഴും അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം ഉറപ്പാക്കിയാണ് ഈ സഹോദരി ഓരോ കാര്യത്തിനും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എവിടെ പോയാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും വേണ്ടതെല്ലാം റിക്വയർഡ് അപ്രൂവൽ കിട്ടുവാനും വാട്ട് ഈസ് റിക്വയർഡ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചത് ഓരോ ഇടപെടലിൽ കൂടിയാണ്, ഓരോ വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഈ സഹോദരി അനുഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, ഷാർജയിൽ ഒരു വില്ല കിട്ടുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഒത്തിരി മില്യണിയറുള്ള സ്ഥലങ്ങളാണ്. പക്ഷേങ്കിൽ അവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു മകൾക്ക് അവിടെ വില്ല കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് സഹോദരി ആനിയമ്മ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ മെറിറ്റോ എൻ്റെ കഴിവോ ഒന്നുമല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ അതാണ്, എനിക്കൊരു കഴിവുമില്ല. പക്ഷേങ്കിൽ എല്ലാം തരുന്ന ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. ആ ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് വില്ല എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അവിടെയും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വന്തം ആവശ്യങ്ങളെല്ലാം ഈശോ കനിഞ്ഞു നൽകുകയാണ്. കാരണം ഈ മകൾക്ക് കാരുണ്യ പ്രവൃത്തിയുടെ ഒരു വലിയ ആസ്തിയുണ്ട്, നാം കേട്ടതാണ്. അതിനാലാവും ഒരുപക്ഷെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ. അങ്ങനെ വില്ലായും കിട്ടി. പിന്നീടാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പല ലാംഗ്വേജിലും കൃപാസനം പേപ്പർ കൊടുക്കുകയും ചൈന വരെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് പരിശുദ്ധ അമ്മയെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ സഹോദരിയുടെ ശ്രമമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ നാം കാണുന്നത്. തന്നെയുമല്ല, ഈശോയോടുള്ള ആ സ്നേഹം, എല്ലാം തരുന്ന ആ ദൈവത്തോട് ആ സ്നേഹം കാണിക്കുന്നത് തന്നെ ഒരു നല്ലൊരു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ പേരിലും, പിന്നെ ആഫ്രിക്കയിൽ ഘാനയിൽ ഒരു പള്ളി പണിയുകയും നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ആസാമിലെ രാജസ്ഥാനിലുമൊക്കെ പള്ളി പണിയുകയും ഇതൊക്കെ ചെയ്തത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും
ഡയാലിസിസ് ആയിട്ട് പേഷ്യൻസിനുള്ള ഹോസ്പിറ്റൽസിൽ മറ്റുള്ളവരെ സഹായിക്കുകയും വീടുകളില്ലാത്ത ഭവനനിരഹിത അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തതും എഡ്യൂക്കേഷണൽ ഹെൽപ്പും ഇതെല്ലാം കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്തതാണ്. ഇത്രയൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശോയും അമ്മയും ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ 2 കൊറിന്ത്യൻസ് 9:8 വചനം പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ള ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ സഹായം ചെയ്യുവാനുള്ള ഒരു അനുഗ്രഹവും സമൃദ്ധിയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകുന്നത്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം കനിഞ്ഞു നൽകുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾ കാരുണ്യ പ്രവർത്തികൾക്കായുള്ള ഒരു വിളിയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, സാക്ഷ്യപ്പെടുത്താൻ, ദൈവത്തിൻ്റെ സ്നേഹം പങ്കിടാൻ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ സാക്ഷ്യം സഹോദരി അനിയമ്മ നിർത്തുന്നത്. കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാനായിട്ട് അതൊരു വലിയ അനുഗ്രഹമാണെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും അനുഗ്രഹം മറ്റുള്ളവർക്ക്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കായി പങ്കിടാം. 2 കൊരിന്ത്യൻസ് 9:8 പറയുന്ന പോലെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മതിയെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിലും. ആ കൃപയും അനുഗ്രഹങ്ങളും എല്ലാം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഫാക്ടറിക്കുള്ള സ്ഥലം മേടിക്കുവാനും കൺസ്ട്രക്ഷനുമായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തി കൊടുത്തതും ഒരു വില്ല ഷാജായിൽ മേടിച്ചു കൊടുക്കുകയും എല്ലാ കാരുണ്യ പ്രവർത്തികളും ഇതിലൊക്കെ ഉപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഇത്രമാത്രം ചെയ്യുവാൻ സാധിച്ചതെല്ലാം ഉടമ്പടിയിൽ ഈശോയുടെയും അമ്മയുടെയും കൃപയും അനുഗ്രഹവുമാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും സാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനിമയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.